നമുക്കറിയാം ഒക്ടോബർ മാസം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ മുൻഗണന കൊടുക്കേണ്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ശുചിത്വമാണ്. അത് അങ്കണവാടിയിലാണെങ്കിലും മറ്റു പരിസരത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം എന്ന് പറയുന്നത് ശുചിത്വം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വർഷക്കാലം നമ്മൾ ഇത്തരത്തിൽ ഒക്ടോബർ മാസം ഈ കാര്യത്തിന് വേണ്ടി നമ്മൾ കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട്. പ്രാദേശിക തലത്തിൽ സ്വച്ഛതാ ഹി സേവ എന്ന ക്യാമ്പയിൻ, പ്രത്യേകിച്ച് സ്വച്ഛോത്സവ് എന്ന പേരിലാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്വച്ഛോത്സവ് എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ എല്ലാ അങ്കണവാടികളിലും ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള നിർദ്ദേശമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് ഈ വർഷത്തെ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ തുടങ്ങുന്നത് സെപ്റ്റംബർ 17 മുതലാണ്. അത് ഒക്ടോബർ 2 വരെ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. അതിനർത്ഥം 2-ാം തീയതിയോടുകൂടി ശുചിത്വം വേണ്ട എന്നുള്ളതല്ല. 2-ാം തീയതി വരെ നടക്കുന്ന ക്യാമ്പയിൻ്റെ ഭാഗമാവുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. അതിന് നമ്മൾക്ക് നാളത്തെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നാളെ നമ്മൾ നടത്തുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ക്ലീൻ ഗ്രീൻ ഉത്സവം എന്നുള്ള പേരിലാണ് നമ്മൾ അംഗൻവാടിയും പരിസരങ്ങളൊക്കെ തന്നെ വൃത്തിയാക്കുന്നത്. പരിസ്ഥിതി സൗഹൃദവും മാലിന്യരഹിതവുമായിട്ടുള്ള ആഘോഷങ്ങൾ എന്നാണ് ഈ ക്ലീൻ ഗ്രീൻ ഉത്സവം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഒക്ടോബർ 2-ാം തീയതി നമ്മൾ അങ്കണവാടി തലത്തിൽ അങ്കണവാടിയും പരിസരങ്ങളും നമ്മൾ ശുചിയാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനം നടത്തുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ആദ്യം തിരിച്ചറിയണം. അപ്പോൾ ഒരു പ്രവർത്തനത്തിന് തീയതിയും സമയവും നമ്മൾ നിശ്ചയിക്കണം. ആ തീയതിയാണ് നമ്മൾ ഒക്ടോബർ 2 പരിഗണിച്ചിട്ടുള്ളത്. അതിൻ്റെ സമയം ടീച്ചർമാരുടെ സമയത്തിനനുസരിച്ച് ക്രമീകരിക്കുക. അങ്കണവാടി ടീച്ചറും ഹെൽപ്പറും രക്ഷിതാക്കളും കുട്ടികളും അതേപോലെ തന്നെ പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളെയോ മുൻകൂട്ടി അറിയിക്കുകയും വേണം. ഇത്തരത്തിലുള്ളൊരു പരിപാടി അങ്കണവാടി തലത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അവരെ അറിയിക്കുക. ഒപ്പം തന്നെ ഒരു പ്രവർത്തനത്തിൻ്റെ ലിസ്റ്റ് നിങ്ങൾ ആദ്യം തന്നെ തയ്യാറാക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? അത് വൃത്തിയാക്കലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും, മരത്തൈ നടൽ, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ശേഖരണം മുതലായിട്ടുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നാളെ ചാർട്ട് ചെയ്തിട്ടുള്ളത് അത് കൃത്യമായി ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അതേപോലെ തന്നെ അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ കൂടി നിങ്ങൾ ആദ്യം തന്നെ കണ്ടെത്തുക. അതായത് വെള്ളത്തൊട്ടി, ബക്കറ്റ്, മോപ്പ്, അതേ ഗ്ലൗസ്, മാസ്ക്, അതേപോലെ തന്നെ കൈക്കോട്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ നേരത്തെ തന്നെ ഉറപ്പാക്കണം. അതേപോലെ പ്ലാസ്റ്റിക് വേർതിരിക്കുന്നതിന് സഞ്ചികൾ, ബാഗുകൾ അത് കയ്യിൽ കരുതുക. ഒപ്പം തന്നെ ഹാൻഡ് വാഷ്, സാനിറ്റൈസർ, സോപ്പ് മുതലായവ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും അത് അംഗൻവാടിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവണം. ആവശ്യമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സന്ദേശം എഴുതി പതിക്കാൻ പറ്റുന്ന പോസ്റ്ററുകളോ ബാനറുകളോ നിങ്ങൾക്ക് ചാർട്ട് പേപ്പറിലൊക്കെ ഒന്ന് എഴുതിയിട്ട് നിങ്ങൾ ആ ഭാഗത്തൊന്ന് ഒട്ടിച്ചാൽ തന്നെ മതിയോ. അതേപോലെ തന്നെ ഒരു ബോധവൽക്കരണം കൂടി നിങ്ങൾ കൊടുക്കണം. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സ്വച്ഛതയുടെ പ്രാധാന്യം വിശദീകരിക്കുന്ന ഒരു ചെറിയ ക്ലാസ് നിങ്ങൾ തുടക്കത്തിൽ കൊടുക്കുക. കുട്ടികളോട് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലുക. ഒപ്പം തന്നെ പ്ലാസ്റ്റിക് ഒഴിവാക്കുക, ശുചിത്വം പാലിക്കുക എന്നുള്ള സന്ദേശം പ്ലക്കാർഡായിട്ടോ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ചാർട്ട് പേപ്പറിലൊന്ന് എഴുതി വെക്കുക. പ്ലാസ്റ്റിക് ഒഴിവാക്കുക, ശുചിത്വം പാലിക്കുക, ചെറിയൊരു ടാഗ് ലൈൻ തന്നെ അതിന് മതിയാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അങ്കണവാടിയുടെ അകവും പുറത്തുമുള്ള കാര്യങ്ങളൊക്കെ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കുക. ക്ലാസ് മുറി, അടുക്കള, കളിസ്ഥലം എന്നിവയൊക്കെ കൃത്യമായി ശുചീകരിക്കുക. അവിടെ പ്ലാസ്റ്റിക്കുകൾ വേസ്റ്റ് ഉണ്ടെങ്കിലൊക്കെ ഒഴിവാക്കണം. വരണ്ട മാലിന്യം, ഓർഗാനിക് മാലിന്യം എന്നിവ വേർതിരിച്ച് തന്നെ ശേഖരിച്ചെടുക്കുക. അതേപോലെ തന്നെ മരം നടൽ, അതേപോലെ തന്നെ പൂന്തോട്ടം ഒരുക്കൽ, ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ശുചിത്വം നമുക്കുൾപ്പെടെ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് ഒരു ചെറിയൊരു പ്രായോഗിക പ്രവർത്തനം കൂടി അവിടെ കൊടുക്കുക. അതായത് ഒരു വേസ്റ്റ് ബിൻ വെച്ചുകൊണ്ട് കുട്ടികൾ കടലാസ് എന്തെങ്കിലും പെറുക്കിയിട്ട് അതിനകത്തേക്ക് ഡിസ്പോസ് ചെയ്യാൻ ടീച്ചർ കാണിച്ചു കൊടുക്കുക. അത് പ്രകാരം കുട്ടികളെ ചെയ്യിപ്പിക്കുക. അപ്പോൾ അതെന്താവും, കുട്ടികൾക്കൊരു ചെറിയൊരു പ്രായോഗിക പ്രവർത്തനമായിട്ട് അത് മാറും. അതിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ശുചിത്വം നമുക്കുൾപ്പെടെ എന്നുള്ളൊരു ടാഗ് ലൈനോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ടീച്ചേഴ്സ് വിശദീകരിച്ച് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇതെല്ലാ പ്രവർത്തനങ്ങളും കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഒക്ടോബർ വരെ കാത്തിരിക്കുന്ന ആളുകളാണ് നമ്മളിൽ പലവരും, എല്ലാവരും അല്ല. അപ്പോൾ ഇത് നമ്മളത് ഒഴിവാക്കിക്കൊണ്ട് ഈ തുടർച്ച ഉറപ്പാക്കുന്ന രീതിയിൽ വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഉറപ്പാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും കൂടി നിങ്ങളവിടെ തുടങ്ങി വെക്കണം. വൃത്തിയാക്കലിനും മാലിന്യം കൈകാര്യം ചെയ്യുന്നതും സ്ഥിരം ഉത്തരവാദിത്തം ആണ് എന്നുള്ളത് ആദ്യം ഉറപ്പാക്കിക്കൊണ്ട് ആ ഉത്തരവാദിത്തം എല്ലാവരിലേക്കും എത്തിക്കുക. ഒപ്പം തന്നെ ആഴ്ചയിൽ ഒരു ദിവസം സ്വച്ഛതയുടെ ആയി ആചരിക്കാൻ തീരുമാനിക്കുക. രക്ഷിതാക്കളെയും കുട്ടികളെയും സ്വന്തം വീടുകളിലും ശുചിത്വം പാലിക്കാനുള്ള സന്ദേശം കൂടെ നിങ്ങൾ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു പ്രതിജ്ഞ ചൊല്ലുന്നതിൻ്റെ ഒരു ഭാഗം നമ്മൾ കൊടുക്കാം. ഒപ്പം തന്നെ ഒരു സമയം ക്രമീകരണം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഉദാഹരണത്തിന് കൊടുക്കാം. ഒരു ടൈം ഷെഡ്യൂൾ നിങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ വിവരണം ചെയ്യുന്നുണ്ട്. കൃത്യം 9:30 മുതൽ തുടങ്ങുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഉദാഹരണം കൊടുക്കണമെന്നേ ഉള്ളൂ. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ അങ്കണവാടി തലത്തിൽ നടത്താൻ കഴിയും. അപ്പോൾ സ്വച്ഛതാ ഹി സേവാ ദിനത്തിൽ ഒരു പ്രവർത്തന ക്രമമായിട്ട് വരുന്നത് ഒരു 9:30 മുതൽ 10:30 വരെ കുട്ടികളും രക്ഷിതാക്കളും എത്തിച്ചേരുന്നൊരു സമയമായി കണക്കാക്കുക.
അതിനുശേഷം ഒരു സ്വാഗതം, ഒരു ചെറിയൊരു പ്രാർത്ഥന, അല്ലെങ്കിൽ എന്തെങ്കിലും ഗാനങ്ങൾ ചെറുതായിട്ട് എന്തെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ ശുചിത്വ പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ ഒരു മോഡൽ ഞാൻ ഈ വീഡിയോയ്ക്ക് അവസാനം കൊടുക്കുന്നുണ്ട്. അത് ടീച്ചേഴ്സ് ഒന്ന് നോട്ട് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ഏറ്റ് പറയുന്ന രീതിയിൽ ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതാണ്. അതിനുശേഷം 10 മണി തൊട്ട് 10:30 വരെയുള്ള സമയത്തിൽ അംഗൻവാടി ടീച്ചർ ശുചിത്വത്തിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന ഒരു ചെറിയൊരു ബോധവൽക്കരണ ക്ലാസ് കുട്ടികൾക്ക് ചെറുകഥയായിട്ടോ ചിത്രകഥയായിട്ടോ ഒക്കെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അതേപോലെ തന്നെ 10:30 മുതൽ 11:30 വരെ ശുചീകരണ പ്രവർത്തനം തുടങ്ങണം. ക്ലാസ് മുറി തുടങ്ങി കളിസ്ഥലം, അടുക്കള വൃത്തിയാക്കൽ, അതേപോലെ പ്ലാസ്റ്റിക് മാലിന്യം വേർതിരിച്ച് ശേഖരിക്കുക, കളിപ്പാട്ടങ്ങൾ, ടേബിൾ, കസേരയൊക്കെ വൃത്തിയാക്കുക. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം 11:30 മുതൽ 12 മണി വരെ തൈ നടുക, അതേപോലെ പൂന്തോട്ട പ്രവർത്തനം. നമുക്ക് പോഷൻ വാടികയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ പരിപാലിക്കുന്നതിന് വേണ്ടി കുട്ടികളും കുട്ടികളുടെ രക്ഷിതാക്കളും അമ്മമാരൊക്കെ ഉണ്ടാവും നാളത്തെ പ്രവർത്തനത്തിൽ. അത് കുട്ടികളെ പങ്കെടുപ്പിച്ച് ചെറുചെടികൾ നടുക, വെള്ളം ഒഴിക്കൽ, അതൊക്കെ നിങ്ങൾ ഫോട്ടോ കൂടെ എടുക്കണം. ഈ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിൻ്റെയും ഫോട്ടോ എടുക്കണം. ഓർക്കുക, ഈ ചെയ്യുന്ന വൃത്തിയാക്കുന്നതിന് മുന്നൊരു ഫോട്ടോ എടുക്കുക, വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഫോട്ടോ എടുത്ത് ഒരു കൊളാഷ് ആക്കിയിട്ട്, അതായത് ആഫ്റ്റർ ബിഫോർ എന്നുള്ള രൂപത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് കൊടുക്കുക. പിന്നെ 12 മണി മുതൽ 12:30 വരെയുള്ള സമയങ്ങളിൽ കുട്ടികൾ ചേർന്നുകൊണ്ട് ഒരു ചെറിയൊരു ഗാനമോ അല്ലെങ്കിൽ ഒരു നാടകാവിഷ്കാരമോ വേണമെങ്കിൽ സംഘടിപ്പിക്കാവുന്നതാണ്. അതായത് നമ്മൾ പ്രീ സ്കൂൾ കുട്ടികൾ ആവണമെന്നില്ല, നമുക്ക് പ്രീ സ്കൂളിൽ നിന്ന് പോയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ചെറിയൊരു പ്രവർത്തനം നമുക്ക് നടത്താം. ഒരു പോസ്റ്ററോ സ്ലോഗനോ അവതരിപ്പിക്കാൻ കുട്ടികളുടെ ചിത്രങ്ങൾ ഈ പോസ്റ്റർ മേക്കിംഗ് ഒക്കെ നമ്മൾ നടത്തിക്കഴിഞ്ഞു. അന്നത്തെ ദിവസം കുട്ടികൾ അന്നത്തെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ പോസ്റ്ററൊക്കെ ഉണ്ടാവും. അത് വേണമെങ്കിൽ അന്ന് ഇത്രയും രക്ഷിതാക്കളുടെ മുന്നിൽ, വാർഡ് മെമ്പറുടെയൊക്കെ മുന്നിൽ നമുക്കത് കുട്ടികൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുക. അതേപോലെ തന്നെ ദിനപരിചയം, അനുഭവങ്ങൾ പങ്കിടുക എന്നുള്ളതാണ്. 12:30 മുതൽ 1 മണി വരെ. അതിനുശേഷം സമാപന പ്രസംഗമായിരിക്കണം. ശുചിത്വം തുടർച്ചയായി പാലിക്കണമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു പര്യവസാനമായിരിക്കണം നാളത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടതും ആ പരിപാടി അവസാനിപ്പിക്കേണ്ടതും. അപ്പോൾ ഒരു 9:30 മുതൽ 1 മണി വരെ ഉള്ള ഒരു സമയക്രമീകരണമാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ടീച്ചേഴ്സിൻ്റെ സമയത്തിനനുസരിച്ച് ഇത് മാറ്റാവുന്നതാണ്. പക്ഷേ ഉചിതം എന്ന് പറയുന്നത് രാവിലെ വന്ന് ക്ലിയർ ആക്കുന്നതാണ്. അതിനുശേഷം ഫോട്ടോസ് കൃത്യമായി നിങ്ങൾ എടുത്തിട്ട് ഇതിലേക്ക് അയക്കുക. ഇനി ഒരു ശുചിത്വ പ്രതിജ്ഞ ഇതിനകം കൊടുക്കുന്നുണ്ട്. ഇത് കൃത്യമായി ടീച്ചർ നോട്ട് ചെയ്തെടുത്തിട്ട് അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്തിട്ടോ ഈ കാര്യങ്ങൾ നാളെ ഈ പ്രതിജ്ഞ ചൊല്ലുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ടീച്ചറൊന്ന് ചൊല്ലിക്കൊടുക്കുക. അതൊക്കെ കുട്ടികളും രക്ഷിതാക്കളൊന്ന് ഏറ്റു ചൊല്ലുന്ന പോലെ നിങ്ങൾ പരിപാടികൾ ഭംഗിയായി നടത്തുക. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മളിവിടെ റെഫറൻസിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈ ഭാഗങ്ങളൊക്കെ തന്നെ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടാവണം. ശുചിത്വം ടീച്ചർ ക്ലാസ് കൊടുക്കുന്നതോ സ്വാഗതം ചെയ്യുന്നതോ വാർഡ് മെമ്പർ സ്വാഗതം ചെയ്യുന്നതോ സംസാരിക്കുന്നതോ അതേപോലെ തന്നെ നാട്ടുകാർ ഒപ്പം നമ്മളോട് കൂടെയുള്ള ആ ഒരു സാഹചര്യം, വൃത്തിയാക്കുന്ന സാഹചര്യം, കുട്ടികളുടെ പ്രദർശനം, പോസ്റ്റർ പ്രദർശനം, ഈ പ്രതിജ്ഞ ചൊല്ലുന്നത്, ഇതൊക്കെ തന്നെ ഫോട്ടോ ആക്കി ഡോക്യുമെൻ്റ് ആക്കി നിങ്ങൾ ഫോണിനകത്തേക്ക് സേവ് ചെയ്യണം. പ്രത്യേകിച്ച് പറഞ്ഞു ആഫ്റ്റർ ബിഫോർ എന്നുള്ളൊരു ഫോട്ടോ കൂടെ നിങ്ങളെ ഫോണിനകത്തേക്ക് സേവ് ചെയ്ത് വെക്കുക. ഇതെല്ലാം തന്നെ ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് കൂടി നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇതെല്ലാ പ്രവർത്തനവും കഴിഞ്ഞ് ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് തീമും ആക്ടിവിറ്റിയും കൃത്യമായി തിരഞ്ഞെടുത്ത് ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്തുക. അപ്പോൾ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്തത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തീമും ആക്ടിവിറ്റിയും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ജനന്തോളം ഡാഷ്ബോർഡിൽ ഏത് തീമും ഏത് ആക്ടിവിറ്റിയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് കൃത്യമായി നമ്മൾ ഈ സെഷൻ്റെ അവസാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതും കൂടെ മനസ്സിലാക്കി ഈ പരിപാടികളൊക്കെ നടത്തിയതിന് ശേഷം ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ആ ആക്ടിവിറ്റി കൂടി പൂർത്തിയാക്കി ഇന്നത്തെ പ്രവർത്തനം അവസാനിപ്പിക്കുക. താങ്ക് യു.
പോഷണമാസാചരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും അന്നന്നാൾ തന്നെ ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് കൂടി ആക്ടിവിറ്റിയായി നമുക്ക് രേഖപ്പെടുത്തണം. നമുക്കറിയാം ഈ വർഷത്തെ രാഷ്ട്രീയ പോഷൻ മായിൽ 6 തീമുകളാണുള്ളത്. ഈ 6 തീമുകളിലും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ ആക്ടിവിറ്റി രൂപത്തിലാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ നമ്മൾ ഇന്ന് ഒക്ടോബർ 2 നമ്മൾ അങ്കണവാടിയും പരിസരവും ശുചീകരണ പ്രവർത്തനമാണ് നമ്മൾ നടത്തിയത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പല സമയങ്ങളിൽ നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ടാവും. പ്രതിജ്ഞ ചൊല്ലുന്നത് എടുത്തിട്ടുണ്ടാവും, അങ്കണവാടി വൃത്തിയാക്കുന്നത് എടുത്തിട്ടുണ്ടാവും, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് വേർതിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ഫോട്ടോ ആക്കി നമ്മൾ ഫോണിനകത്തേക്ക് സേവ് ചെയ്തിട്ടുണ്ടാവും. ഇനിയാണ് നമ്മൾ ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് രേഖപ്പെടുത്താൻ പോകുന്നത്. അതിന് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള ലിങ്കിൽ ജനാന്തോളം ഡാഷ്ബോർഡ് ലിങ്ക് നമ്മൾ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജിലോട്ട് എത്താൻ സാധിക്കും. കൃത്യമായി ആ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. വേറെ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ട്രീ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനാന്തോളം ഡാഷ്ബോർഡ് ആയിരിക്കും വരിക. അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ തീമോ ആക്ടിവിറ്റിയോ സെലക്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പേജിലോട്ട് എത്തുക. അതിനുശേഷം ഇവിടെ ഡാറ്റ എൻട്രി ലോഗിൻ എന്ന് കാണുന്ന യൂസർ നെയിം പാസ്വേഡ് അത് നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുണ്ടാവും. കൃത്യമായി ആ യൂസർ നെയിം പാസ്വേഡും രേഖപ്പെടുത്തി നിങ്ങൾക്ക് ലോഗിൻ എന്ന് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, യൂസർ നെയിമും പാസ്വേഡും ഒന്ന് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. കൃത്യമായി ലോഗിൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ ഭാഗത്ത് ഗ്രൂപ്പ് എന്ന് കാണുന്നവിടെ പോഷൻ മാ എന്ന് തന്നെ കാണും. പലവർക്കും ട്രീ പ്ലാന്റേഷൻ ആയിരിക്കും കാണുന്നുണ്ടാവുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നുള്ള ലിങ്ക് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ തീം തന്നെ മാറിപ്പോവും. അപ്പോൾ നമ്മൾ കൃത്യമായ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ പേജിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് എന്ന് കാണുന്ന അവിടെ നിങ്ങൾക്ക് പോഷന്മാ എന്ന് കാണും. അതിനുശേഷം തീമാണ് നമ്മൾക്ക് സെലക്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഈ തീം കാണുന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8ാമത് രാഷ്ട്രീയ പോഷന്മായിൽ 6 തീമുകളാണുള്ളത്. ആ 6 തീമുകളുടെ കാര്യങ്ങളാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും നമ്മൾ ഇന്ന് നടത്തിയ അംഗൻവാടിയും പരിസരവും ശുചിയാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൺവർജൻ ആക്ഷൻ ആൻഡ് ഡിജിറ്റൈസേഷൻ എന്ന തീമാണ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം ഇതൊരു കൺവർജൻസ് പ്രോഗ്രാമാണ്. അതായത് ഒരുപാട് ആളുകളെ നമ്മൾ ക്ഷണിച്ച് നമ്മുടെ അങ്കണവാടിയും പരിസരവും ഒപ്പം തന്നെ അവരുടെ വീടുകളിലും അപ്പോൾ ഒരുപാട് ആളുകളെയാണ് നമ്മളിതിലേക്ക് പങ്കെടുപ്പിക്കുന്നത്. അതിനെയാണ് കൺവർജൻ ആക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ചിലപ്പോൾ നമുക്കിപ്പോൾ ഓഫീസുകളാണെങ്കിൽ അങ്കണവാടി ആയിക്കോട്ടെ, അതിൽ വാർഡ് മെമ്പർമാരെയും മറ്റുള്ള സഹപ്രവർത്തകരെയും അതേപോലെ തന്നെ സാമൂഹിക പ്രവർത്തകരെയും അതേപോലെ തന്നെ കുട്ടികളുടെ ക്ലബ്ബിലെ കുട്ടികളെയും AG കുട്ടികളെയും ഒക്കെ തന്നെ നമ്മൾ പങ്കെടുപ്പിച്ചിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് കൺവർജൻ ആക്ഷൻ ആൻഡ് ഡിജിറ്റൈസേഷൻ എന്നുള്ള ഈ തീം തന്നെ നമ്മളിവിടെ ഓപ്റ്റ് ചെയ്തെടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഓർഗനൈസറാണ്. ആരുടെ നേതൃത്വത്തിലാണ് പോഷൻ മാസ് സംഘടിക്കുന്നത് എന്നുള്ളതാണ്. അത് നമുക്കറിയാം, നമ്മളുടെ വകുപ്പാണ് MOWNCD, മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന് തന്നെയാണ്. അതവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഉണ്ട്, അത് മാറ്റാൻ കഴിയില്ല. അതിനുശേഷം ലെവലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പല ടീച്ചർമാരും അറിയാതെ ലെവൽ മാറ്റുന്നില്ല. ബ്ലോക്കിൽ തന്നെ കിടന്നുകൊണ്ട് ബാക്കിയുള്ള ആക്ടിവിറ്റി സെലക്ട് ചെയ്ത് അവസാനിപ്പിക്കലാണ് പതിവ്. അങ്ങനെ ചെയ്യുന്ന സമയം എന്താവും, നമുക്ക് ബ്ലോക്ക് തലത്തിൽ നടത്തിയ പ്രവർത്തനം നമുക്കിവിടെ രേഖപ്പെടുത്താൻ കഴിയില്ല. നമുക്കറിയാം ഒരു ബ്ലോക്കിൽ വരുന്ന പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗപ്പെടുത്തിയാണ് എല്ലാ അംഗൻവാടികളും രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലോക്കിലേക്ക് തെറ്റി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അംഗൻവാടിയിലെ പ്രവർത്തനം കയറുകയില്ല എന്ന് മാത്രമല്ല, ബ്ലോക്കിലെ പ്രവർത്തനം നമുക്ക് രേഖപ്പെടുത്താൻ കഴിയില്ല. അതേപോലെ തന്നെ അംഗൻവാടി മാറ്റി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നടത്തിയ അംഗൻവാടിയിലെ ടീച്ചർക്ക് അവരുടെ പ്രവർത്തനം അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാവും. ടീച്ചറുടെ എൻട്രി കയറുകയുമില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ടീച്ചർ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ബ്ലോക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് AWC എന്ന് തന്നെ സെലക്ട് ചെയ്തെടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ സെലക്ട് AWC എന്ന് കാണുന്ന ഈ ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരം നമ്മളുടെ പ്രൊജക്റ്റിന് കീഴിലുള്ള മുഴുവൻ സെൻറ്ററുകളുടെ ലിസ്റ്റ് ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും നിങ്ങളുടെ സെൻറ്റർ കൃത്യമായി സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആക്ടിവിറ്റി എന്ന് കാണുന്ന ഭാഗമാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം 6 തീമുകളാണുള്ളത്. ഈ 6 തീമുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓരോ തീമുകളിലും ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ
നമ്മൾ ഇന്ന് സെലക്ട് ചെയ്ത തീം എന്ന് പറയുന്നത് കൺവർജൻ ആക്ഷൻ ആൻഡ് ഡിജിറ്റൈസേഷൻ ആണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ലിസ്റ്റ് വന്നു. ഇതിൽ നിന്നും നമ്മൾ ഇന്ന് നടത്തിയ പ്രവർത്തനത്തിന് അനുയോജ്യമായിട്ടുള്ള ആക്ടിവിറ്റി സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ അങ്കണവാടി പ്രമിസസ് ക്ലീനിങ് ആൻഡ് ആക്ടിവിറ്റി എന്ന് കാണുന്ന ഈ ഭാഗമാണ് നമ്മൾ ഇന്ന് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇവൻ്റ് ഡേറ്റ് ആണ്. അവിടെ നമ്മൾ ഏത് ദിവസമാണോ പ്രവർത്തനം നടത്തിയത്, നമുക്കറിയാം സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെയാണ് സ്വച്ഛതാ ഹി സേവ എന്ന് പറയുന്ന ക്യാമ്പയിൻ നമ്മൾ നടത്തേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ഒക്ടോബർ 2 നമ്മൾ ഈ പ്രവർത്തനം നടത്തി. അപ്പോൾ നമ്മളിവിടെ കലണ്ടർ ക്ലിക്ക് ചെയ്തിട്ട് ഒക്ടോബർ 2 എന്ന് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കണം. അതിനുശേഷം പാർട്ടിസിപ്പൻറ്റ് ഡീറ്റെയിൽസ് ആണ് അവിടെ ചോദിക്കുന്നത്. പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ അവിടെ ആണുങ്ങൾ എത്ര, പെണ്ണുങ്ങൾ എത്ര, അതേപോലെ തന്നെ കുട്ടികൾ എത്ര, അതിലെ ആൺകുട്ടികൾ എത്ര, പെൺകുട്ടികൾ എത്ര, ഒപ്പം ഏജ് കുട്ടികൾ എത്ര എന്ന് വ്യത്യസ്തമായി തന്നെ സെപ്പറേറ്റ് നമ്മളിവിടെ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിവിടെ അഡൽട്ട് എന്ന് പറയുന്നത് 18 വയസ്സും അതിന് മുകളിലുള്ള ആണുങ്ങൾ എത്ര, സ്ത്രീകൾ എത്ര എന്നുള്ളതാണ്. അപ്പോൾ ആണുങ്ങൾ അവിടെ പങ്കെടുത്തിട്ടുള്ളത് നമ്മൾ അംഗൻവാടി പരിസരവുമായി ബന്ധപ്പെട്ട് ഒരു 32 എന്നാണെങ്കിൽ 32 കൊടുക്കാം. ഫീമെയിൽ എത്ര പേര് പങ്കെടുത്തിട്ടുണ്ട് പറയാം, 43 ആണെങ്കിൽ അത് കൊടുക്കാം. അതിനുശേഷം കുട്ടികളാണ് 18 വയസ്സിന് താഴെയുള്ള പ്രീ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള നമ്മളെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരുടെ ടോട്ടൽ എണ്ണം, നമ്മളെ ശുചീകരണ പ്രവർത്തനത്തിന് പങ്കാളികളായിട്ടുള്ളവരുടെ എണ്ണമാണ് നമ്മൾ ആൺകുട്ടികളും പെൺകുട്ടികളും വേർതിരിച്ച് തന്നെ നമ്മളവിടെ കാണിക്കുന്നുണ്ട്. ഒപ്പം ഏജ് കുട്ടികൾ എത്ര പേര് പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് സെപ്പറേറ്റ് തന്നെ കാണിക്കണം. ആ പാർട്ടിസിപ്പേഷൻ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്തത് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ഭാഗമാണ് നിങ്ങൾക്ക് മുന്നിൽ വരിക. ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആഫ്റ്റർ ബിഫോർ നമ്മൾ ഫോട്ടോ ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിന് മുന്നും നടത്തിയതിന് ശേഷം ഒരു കൊളാഷ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. കുട്ടികൾ പ്രതിജ്ഞ ചൊല്ലുന്നത്, ഏറ്റു ചൊല്ലുന്നത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. മാലിന്യങ്ങൾ വേർതിരിക്കുന്നത് ഫോട്ടോ എടുത്ത് നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അതേപോലെ തന്നെ ക്ലീനിങ് ചെയ്യുന്നതും അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 5 ഫോട്ടോ പരമാവധി 5 ആക്ടിവിറ്റി ആയിട്ട് രേഖപ്പെടുത്താൻ കഴിയും. കൊളേഷ് ആക്കുന്ന സമയം 2 MB കൂടാൻ പാടുള്ളതെല്ലാ ഫോട്ടോ എന്നുള്ളത് കൂടി നിങ്ങൾക്ക് തിരിച്ചറിയണം. അതിനനുസരിച്ചുള്ള ഫോട്ടോ സെറ്റ് ചെയ്തിട്ടായിരിക്കണം നിങ്ങളിവിടെ ബ്രൗസ് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം ഡിസ്ക്രിപ്ഷനാണ്. ഈ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അംഗൻവാടി സെൻറ്റർ ആൻഡ് പ്രമിസസ് ക്ലീനിങ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സേവനഭാരം എന്ന് കൊടുക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് സെൻറ്റർ നമ്പർ ഇട്ടിട്ട് വേണമെങ്കിൽ അവിടെ കൊടുത്ത് അവസാനിപ്പിക്കാം. ഓർക്കുക, കോമ, കുത്ത്, അത് സ്റ്റാർ പോലെയുള്ള ഒരു സ്പെഷ്യൽ ക്യാരക്ടറുകളൊന്നും അവിടെ കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇതാണ് സംഭവിക്കുക. ഇങ്ങനെ പലർക്കും വന്നിട്ടുണ്ടാവും. സബ്മിറ്റ് കൊടുക്കുമ്പോൾ പ്ലീസ് സെൻറ്റർ വാലിഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് കാണിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങൾ ഇത്തരത്തിലുള്ള കോമിങ് കുത്തൊക്കെ നിങ്ങൾ ഒഴിവാക്കി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൂടി AWC ആൻഡ് പ്രമിസസ് ക്ലീനിങ് എന്ന് മാത്രം കൊടുത്താലും മതിയാവും. ഇന്നത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു ചുരുക്കമാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ സബ്മിറ്റ് എന്ന് കാണുന്ന ഭാഗം ഉണ്ടാവും. അവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇന്നത്തെ പ്രവർത്തനം അവസാനിപ്പിക്കുക. താങ്ക് യു.